2026 മെയ് 9 ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു ക്രൂയിസ് കപ്പലിൽ നിന്ന് പടർന്ന ഹാൻഡ വൈറസ് ബാധ ഇതുവരെ 8 പേരെ ബാധിച്ചു. 3 മരണങ്ങൾ. ഈ വൈറസിന്റെ പേര് ആൻഡീസ് വൈറസ്. മറ്റ് ഹാൻഡ വൈറസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരും. എങ്ങനെയാണിത് തുടങ്ങിയത്? എവിടെയൊക്കെ ബാധിച്ചു? ഇന്ത്യക്കാരി കപ്പലിലുണ്ടോ? ഇന്ത്യയിൽ ഇതെങ്ങനെ തടയാം? ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് പരിശോധിക്കാം. എന്താണ് ഹാൻഡ വൈറസ്? എന്താണ് ആൻഡീസ് വൈറസ്? ഹാൻഡ വൈറസ് യഥാർത്ഥത്തിൽ ഒരു കുടുംബമാണ്. നിരവധി തരം വൈറസുകളുടെ കുടുംബം. ഇവ സാധാരണയായി എലികളിലാണ് കാണപ്പെടുന്നത്. മനുഷ്യരിലേക്ക് പകരുന്നത് എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീർ എന്നിവയിലൂടെയാണ്. എന്നാൽ ഈ ഔട്ട്ബ്രേക്കിന് കാരണമായത് ആൻഡീസ് വൈറസ് എന്ന പ്രത്യേക തരം വൈറസാണ്. ഇത് പ്രധാനമായും കാണപ്പെടുന്നത് ദക്ഷിണ അമേരിക്കയിലാണ്. അർജന്റീന, ചിലി, ഉറുഗ്വേ എന്നിവിടങ്ങളിൽ. ആൻഡീസ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗത്തെ ഹാൻഡ വൈറസ് പൾമണറി സിൻഡ്രോം അല്ലെങ്കിൽ HPS എന്ന് വിളിക്കുന്നു. ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഗുരുതരമായ അസുഖമാണ്. മരണനിരക്ക് ഏകദേശം 38%. എങ്ങനെയാണ് ഈ പൊട്ടിപ്പുറപ്പെടൽ ആരംഭിച്ചത്? 2026 ഏപ്രിൽ 1 MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പൽ അർജന്റീനയിലെ ഉഷുവായ തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചു. 86 യാത്രക്കാരും 61 ജീവനക്കാരും, 23 രാജ്യക്കാർ. കേസ് 1. ഒരു മുതിർന്ന പുരുഷൻ. അദ്ദേഹം ക്രൂയിസിനു മുൻപ് 3 മാസത്തിലധികം അർജന്റീന, ചിലി, ഉറുഗ്വേ എന്നിവിടങ്ങളിൽ ട്രെക്കിംഗ് നടത്തിയിരുന്നു. അവിടെ വച്ച് എലികളുടെ കാഷ്ടം മലിനമായ പൊടി ശ്വസിച്ചാണ് അദ്ദേഹത്തിന് രോഗം ബാധിച്ചത് എന്നാണ് അന്വേഷണങ്ങൾ പറയുന്നത്. ഏപ്രിൽ 6 രോഗലക്ഷണങ്ങൾ തുടങ്ങി. ഏപ്രിൽ 11 കപ്പലിൽ വെച്ച് അദ്ദേഹം മരിച്ചു. എന്നാൽ ഇവിടെയാണ് ആൻഡീസ് വൈറസ് അപകടകാരിയാകുന്നത്. കാരണം ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരും. കേസ് 1 അടുത്തിടപഴകിയ ആളുകൾക്ക് രോഗം പകർന്നു. അതിൽ കപ്പലിലെ ഡോക്ടർ ഉൾപ്പെടുന്നു, ഗൈഡ് ഉൾപ്പെടുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ആകെ രോഗം സ്ഥിരീകരിച്ചവർ 8. 6 സ്ഥിരീകരിച്ചു, 2 സംശയിക്കുന്നു. മരണങ്ങൾ 3. മരണനിരക്ക് 38%. ഇപ്പോൾ ചികിത്സയിൽ 4. രോഗബാധിതർ ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇന്ത്യക്കാർ ഈ കപ്പലിലുണ്ടോ? അതെ, 2 ഇന്ത്യൻ പൗരന്മാർ MV ഹോണ്ടിയസ് കപ്പലിൽ ഉണ്ടായിരുന്നു. ഇരുവരും രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല. നിലവിൽ അവർ നിരീക്ഷണത്തിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇന്ത്യയിൽ ഈ വൈറസിന്റെ ഭീഷണിയുണ്ടോ? ICMR-ന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഡയറക്ടർ ഡോക്ടർ നവീൻ കുമാർ വ്യക്തമാക്കിയത്, ഹാൻഡ വൈറസ് ഇന്ത്യക്ക് ഉടനടിയുള്ള പൊതുജനാരോഗ്യ ഭീഷണിയല്ല. റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഒറ്റപ്പെട്ടവ മാത്രമാണ്. സമൂഹത്തിൽ വ്യാപനത്തിന് തെളിവില്ല. ആൻഡീസ് വൈറസ് എങ്ങനെയാണ് പകരുന്നത്? 2 തരത്തിലാണ് പകരുന്നത്. 1. എലികളിൽ നിന്ന് മനുഷ്യരിലേക്ക്, പ്രൈമറി മോഡ്. എലികളുടെ മൂത്രമോ കാഷ്ടമോ ഉണങ്ങി പൊടിയായി മാറുന്നു. ആ പൊടി ശ്വസിക്കുമ്പോൾ രോഗം പകരും. അടഞ്ഞതും വായുസഞ്ചാരം കുറഞ്ഞതുമായ സ്ഥലങ്ങളിലാണ് ഇത് സാധാരണയായി സംഭവിക്കുന്നത്. വെയർഹൌസുകൾ, കപ്പലുകൾ, കളപ്പുരകൾ. 2. മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക്, ഓൺലി ആൻഡീസ് വൈറസ്. ഇതാണ് ആൻഡീസ് വൈറസിനെ മറ്റ് ഹാൻഡ വൈറസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ഇത് എളുപ്പത്തിൽ പകരുന്നതല്ല. ഇതിന് ക്ലോസ്, പ്രൊലോങ്ഡ് കോണ്ടാക്ട്, അടുത്തും ദീർഘനേരവുമുള്ള സമ്പർക്കം വേണം. ഉദാഹരണത്തിന്, രോഗിയുമായുള്ള ശാരീരിക സമ്പർക്കം, ഒരേ മുറിയിൽ ദീർഘനേരം ചെലവഴിക്കുക, ഭക്ഷണപാത്രങ്ങൾ പങ്കുവയ്ക്കുക, ചുംബിക്കുക, രോഗിയുടെ ശരീരസ്രവങ്ങളുമായി സമ്പർക്കം. അതുകൊണ്ട് തന്നെ COVID-19 പോലെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് പെട്ടെന്ന് പകരുന്ന രോഗമല്ല ഇത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെ? എലികളുമായി സമ്പർക്കമുണ്ടായതിനു ശേഷം 4 മുതൽ 42 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. പ്രാരംഭ ലക്ഷണങ്ങൾ, ഏർലി സിംറ്റംസ്: പനി, കടുത്ത ക്ഷീണം, പേശിവേദന, പ്രത്യേകിച്ച് തുട, നടുവ്, തോളുകൾ, തലവേദന, ഓക്കാനം, ഛർദി, വയറുവേദന. വികസിത ലക്ഷണങ്ങൾ, ലേറ്റ് സിംറ്റംസ്: 4 മുതൽ 10 ദിവസങ്ങൾക്ക് ശേഷം. ചുമ, ശ്വാസം മുട്ടൽ, നെഞ്ചിനിറുക്കം. ചികിത്സയും പ്രതിരോധവും. നിലവിൽ ഹാൻഡ വൈറസിന് പ്രത്യേക വാക്സിനോ ആന്റിവൈറൽ മരുന്നോ ഇല്ല.
ചികിത്സ ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സപ്പോർട്ടീവ് കെയർ ആണ്. ഗുരുതരാവസ്ഥയിൽ ECMO, അതായത് എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ മെഷീൻ ഉപയോഗിച്ചുള്ള ചികിത്സ രക്ഷാമാർഗമാകും. ആൻഡീസ് വൈറസ് ഗുരുതരമാണ്, പക്ഷേ COVID-19 പോലെ പകർച്ചവ്യാധിയായി മാറുന്നതിന്റെ സാധ്യത കുറവാണ്. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. ഭയപ്പെടേണ്ട, ബോധവാന്മാരാകുക.